നമസ്കാരം. മലയാളത്തിൽ നിന്നുൾപ്പെടെയുള്ള താരങ്ങൾ ഭരണഘടനയുടെ ആമുഖം പങ്കുവച്ചും അതിനോടൊപ്പം തന്നെ രാംലല്ലയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടുമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തെ പറ്റിയുള്ള തങ്ങളുടെ നിലപാട് സൈബർ ഇടങ്ങളിൽ അറിയിച്ചത്. നമുക്കറിയാം, വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ക്ഷണം ലഭിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെയും പക്ഷെ കൃത്യമായ നിലപാട്, വിയോജിപ്പാണെങ്കിലും അതിനോടുള്ള പിന്തുണയാണെങ്കിലും അത് സൈബർ ഇടങ്ങളിൽ ഭൂരിഭാഗം ആളുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ തന്നെയായിരുന്നു നടിയും സംവിധായകയുമായ രേവതിയും ഒരു പ്രതികരണം നടത്തിയത്. അവർ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ അനുകൂലിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. രാംലല്ലയുടെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് വാചാലയായിരിക്കുകയാണ് നടി രേവതി. ജയ് ശ്രീറാം വിളിയോടുകൂടിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ഇൻസ്റ്റഗ്രാമിൽ രാംലല്ലയുടെ ചിത്രം പങ്കുവച്ചത്. അവരതിനോടൊപ്പം പങ്കുവച്ച കുറിപ്പ് വളരെയധികം ശ്രദ്ധേയമാണ്. കാരണം എൻ്റെ ഉള്ളിൽ എന്തോ വല്ലാത്ത മാറ്റം വന്നിരിക്കുന്നു, അത്യധികം സന്തോഷം തോന്നുന്നു. ഹിന്ദുവായി ജനിച്ചതിനാൽ തന്നെ നാം നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നു, മറ്റ് വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നു, നമ്മെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നു. മതേതര ഇന്ത്യയാണ് നമുക്ക് ശക്തമായി തോന്നുന്നതെന്നും നമ്മുടെ മതവിശ്വാസങ്ങളെ വ്യക്തിപരമാക്കുന്നത് അത് തന്നെയാണ് എന്നും അവർ പറയുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ വേണം. അയോധ്യയിലേക്കുള്ള രാമന്റെ തിരിച്ചുവരവ് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചു. ആദ്യമായി ഞങ്ങൾ ഉറക്കെ പറഞ്ഞു, ഞങ്ങൾ വിശ്വാസികളാണെന്ന്. ജയ് ശ്രീറാം. ഇതായിരുന്നു നടി രേവതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പ്. നമുക്കറിയാം, അവർക്ക് നേരെ അതിന് തൊട്ട് പിന്നാലെ സൈബർ അറ്റാക്ക് അതിരൂക്ഷമായി തന്നെ ഇപ്പോൾ തുടരുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നിലപാടിനെ കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന അതേ പാർട്ടിയുടെ പുരോഗമന പാർട്ടിയുടെ വക്താക്കൾ തന്നെയാണ് ഇതിൽ ഏറ്റവും അധികം മുൻപന്തിയിലുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇപ്പോൾ ചർച്ചയാക്കപ്പെടുന്നത് അതൊന്നുമല്ല, നടി രേവതി BJP-യിലേക്ക് വരുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നമുക്കറിയാം, അവർ കൃത്യമായി അവരുടെ രാഷ്ട്രീയ നിലപാടൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. അതിനർത്ഥം അവർക്ക് രാഷ്ട്രീയമില്ല എന്നല്ല, കൃത്യമായ രാഷ്ട്രീയമുള്ള വ്യക്തി തന്നെയാണ് നടി രേവതി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1996-ലെ തമിഴ്നാട് നിയമസഭയിൽ അവർ സ്വതന്ത്രയായി മത്സരിച്ച ഒരു ചരിത്രം. അന്ന് സിനിമാ കരിയറിൽ വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്ന സമയത്താണ് അവർ സധൈര്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. മദ്രാസ് സൗത്ത് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയ താരം 42,906 വോട്ടുകളും നേടിയിരുന്നു. അന്ന് DMK ആണ് വിജയിച്ചത്. തൊട്ടു പിന്നാലെ AIDMK ഉണ്ടായിരുന്നു. 3-ാം സ്ഥാനമായിരുന്നു അന്ന് രേവതിക്ക് ലഭിച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുൻപരിചയമുള്ള വ്യക്തിത്വം തന്നെയാണ് രേവതി എന്ന് പറയുന്നത്. നിലവിൽ നമുക്കറിയാം, BJP താരങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യമിടുന്നുണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ. പുതിയ സാഹചര്യത്തിൽ BJP-യിലേക്ക് രേവതി എത്തുമോ എന്ന ചർച്ചയ്ക്കാണ് ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായ ഖുശ്ബു നിലവിൽ BJP-യുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവർ BJP-യുടെ ദേശീയ മുഖം കൂടിയാണ്. അങ്ങനെ ഖുശ്ബുവിന് പിന്നാലെ തമിഴകത്ത് നിന്നും കൂടുതൽ താരങ്ങൾ BJP-യിലേക്ക് എത്തുമോ എന്ന് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്. ആ പട്ടികയിൽ രേവതി ഉൾപ്പെടുമോ എന്നും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.